മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാവി തരംഗം. മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വൻ മുന്നേറ്റം. 29-ൽ 24 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ബി.ജെ.പി സഖ്യം. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കാവി തരംഗമാണ്. 93 സീറ്റിൽ ബി.ജെ.പി സഖ്യം ലീഡ് ചെയ്യുന്നു. ശിവസേന കോട്ടകൾ തകർന്നടിഞ്ഞതോടെ ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ് ബി.ജെ.പി ക്യാമ്പ്. താക്കറെയുടെ കുടുംബാധിപത്യത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബി.ജെ.പി മഹായുതി പിടിച്ചതോടെ 25 വർഷത്തെ താക്കറെ ആധിപത്യത്തിനാണ് ബോംബെ നിവാസികൾ തിരിച്ചടി നൽകിയിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ, പ്രത്യേകിച്ച് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ? നീലിമ, മഹാരാഷ്ട്രയിലെമ്പാടും കാവി കൊടുങ്കാറ്റ് വീശുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. കാരണം ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ മുതൽ നാഗ്പൂർ, താനെ, സാംബാജി നഗർ, പൂനെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ബി.ജെ.പിയുടെ സമഗ്രാധിപത്യം, ബി.ജെ.പി സഖ്യത്തിൻ്റെ സമഗ്രാധിപത്യമാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീറും വാശിയുമേറിയ മത്സരം നടന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 93 സീറ്റുമായി ബി.ജെ.പി ലീഡ് ചെയ്യുന്നു, ബി.ജെ.പി സഖ്യം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വെറും 53 സീറ്റുമായി മാത്രം ഈ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും അടങ്ങുന്ന ശിവസേന സഖ്യം ഏറ്റവും പിന്നിൽ നിൽക്കുന്നു. ഏതാണ്ട് 40 സീറ്റുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കാഴ്ച. 25 വർഷം ബാലാസാഹബ് താക്കറെ, സാക്ഷാൽ ഹിന്ദു ഹൃദയ സാമ്രാട്ടിൻ്റെ കൽക്കീഴിലുണ്ടായിരുന്ന നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബജറ്റുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ, അവിടം ഇപ്പോൾ ബി.ജെ.പിയുടെ കൈക്കുമ്പിളിലേക്ക്, താമരക്കുമ്പിളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 93-53 എന്ന നിലയിൽ ബി.ജെ.പി സഖ്യം അവിടെ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി 4 സീറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയും മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വ്യക്തമായ ചിത്രം രാജ് താക്കറെയുടെയും ഉദ്ധവ് താക്കറെയുടെയും വിഘടനവാദ രാഷ്ട്രീയം തകർത്തു മഹാരാഷ്ട്രൻ ജനത എന്നുള്ളതാണ്. അവിടെ മറാഠ അസ്തിത്വം, മറാഠ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഒരു പോരാട്ടത്തിന് അവസാന നിമിഷവും ശ്രമിച്ചതാണ്. കനത്ത തിരിച്ചടി മഹാരാഷ്ട്ര ജനത അവർക്ക് നൽകിയിരിക്കുന്നു. നോക്കൂ നീലിമ, 91 സീറ്റുമായി നാഗ്പൂർ ബി.ജെ.പി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 29 സീറ്റ് മാത്രമാണ് തൊട്ട് പിന്നാലെയുള്ള കോൺഗ്രസിനുള്ളത്. RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നാഗ്പൂർ. അവിടെ 91 സീറ്റ്, സമഗ്രാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്. 91 സീറ്റുമായി ബി.ജെ.പി അവിടെ അധികാരത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നു. അതിനിയും കൂടാനുള്ള സാധ്യതയാണുള്ളത്. വെറും 29ലേക്ക് ഒതുങ്ങുന്നു കോൺഗ്രസ്. മറ്റൊന്ന് നാഷിക്കാണ്. നാസിക്കിൽ ബി.ജെ.പി 12 സീറ്റുമായി വലിയ മുന്നേറ്റം നടത്തുന്നു. ഷിൻഡെ ശിവസേനയ്ക്ക് 9 സീറ്റുമാണുള്ളത്. അവിടെയും മഹായുതി സഖ്യം ഭരണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് താനെയാണ്. ബി.ജെ.പി 18 സീറ്റ്, അതായത് ഈ ശിവസേനയുടെയൊക്കെ, ഷിൻഡെ ശിവസേനയുടെ തന്നെ ഈറ്റില്ലം എന്ന് പറയാവുന്ന സ്ഥലം കൂടിയാണ് താനെ. അവിടെ ഇതാ 18 സീറ്റുമായി ബി.ജെ.പി വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. സാംബാജി നഗറിൽ ബി.ജെ.പി 20 സീറ്റുമായി മുന്നേറ്റം കാഴ്ചവെക്കുന്നു. പൂനെയിൽ 50 സീറ്റ്. പൂനെയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരത് പവാറിന്റെ എൻ.സി.പിയും അജിത് പവാറിന്റെ എൻ.സി.പിയും ഒരുമിച്ച് കുടുംബാധിപത്യം നഷ്ടപ്പെടരുത് പൂനെയിൽ എന്ന ഉദ്ദേശത്തോടെ വർക്ക് ചെയ്ത സ്ഥലമാണ്. മഹായുതിയിൽ നിന്നും വിട്ടുമാറി ആ കുടുംബ മത്സരം നടത്തിയ സ്ഥലമാണ്. അവിടെ ഇതാ ബി.ജെ.പി സഖ്യത്തിന് 50 സീറ്റ് പൂനെ ബി.ജെ.പി താമരക്കുമ്പിളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നാസിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 12, നാഗ്പൂരിൽ 91 സീറ്റ്. അതായത് ഈ തെരഞ്ഞെടുപ്പിലെമ്പാടും കാണാൻ കഴിയുന്ന കാഴ്ച ബി.ജെ.പിയുടെ നിലയ്ക്കാത്ത മുന്നേറ്റം. അത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. താനെയിൽ 18 സീറ്റുമായി ബി.ജെ.പിയുടെ മുന്നേറ്റം നടക്കുന്നു. എൻ.സി.പി 6 സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാംബാജി നഗറിൽ ബി.ജെ.പി 20 സീറ്റിലും ശിവസേന ഷിൻഡെ വിഭാഗം 18 സീറ്റിലും മുന്നേറുന്നു. ആ ദൃശ്യങ്ങളും കാണാം. തകർന്നടിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സാണ്. തകർന്നടിഞ്ഞിരിക്കുന്നത് ഉദ്ധവ് താക്കറെ, രാജ് താക്കറെ വിഘടനവാദ രാഷ്ട്രീയമാണ്. തകർന്നടിഞ്ഞിരിക്കുന്നത് ശരത് പവാർ കുടുംബ രാഷ്ട്രീയമാണ്. അവിടെ ദേശീയതയെ പൂർണ്ണമായും പുൽകുകയാണ്
ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പൂർണ്ണമായും പുൽകുകയാണ് മഹാരാഷ്ട്ര ജനത എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു അപ്ഡേഷൻ കൂടി നൽകി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. 93 സീറ്റുമായി ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJPയുടെ സമഗ്രാധിപത്യം കാണാൻ സാധിക്കുന്നു. കാവി തരംഗം എന്ന് തന്നെ പറയാം. ആഘോഷം ആരംഭിച്ചിരിക്കുന്നു BJPയുടെ സംസ്ഥാന ആസ്ഥാനത്ത്. ഒപ്പം തന്നെ ശ്രീകാന്ത്, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ചൂടുപിടിക്കുന്നുണ്ട്. ഈ രാഹുലിന്റെ ഒരു പ്രസ്താവനയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഈ മഷി പുരട്ടിയത് മാർക്കർ പെന്നിലെ മഷിയാണ് പുരട്ടിയത്, അങ്ങനെ വോട്ട് ചോരി നടക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആരോപണമുണ്ടായി. ഇന്നലെ ആദിത്യ താക്കറെ, ശിവസേന ഉദ്ധവ് വിഭാഗം MLA ആദിത്യ താക്കറെയൊക്കെ ഈ രീതിയിൽ വോട്ട് ചോരി, അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ വലിയ പ്രചാരണം കടുപ്പിച്ചിരുന്നു. അപ്പോൾ മുൻകൂട്ടി തന്നെ ഒരു പരാജയം വളരെ കൃത്യമായി ഈ ഇന്ത്യ മുന്നണി ക്യാമ്പ് മണത്തിരുന്നു അല്ലേ? നിലിമ, ഒരു ചെറിയ അപ്ഡേഷൻ കൂടി നൽകാം. അതായത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJP സഖ്യം 100 പിന്നിട്ടിരിക്കുന്നു സീറ്റുകൾ. 106 സീറ്റ്, അതായത് കൂറ്റൻ വിജയത്തിലേക്ക് പോകുന്നു. പടുകൂറ്റൻ വിജയത്തിലേക്ക് BJP സഖ്യം നീങ്ങുന്നു എന്നുള്ളതാണ്. എക്സിറ്റ് പോളുകൾ ശരിവയ്ക്കും വിധമുള്ള പടുകൂറ്റൻ വിജയത്തിലേക്ക് 227ൽ 189 സ്ഥലത്ത് എണ്ണിത്തീരുമ്പോൾ ലീഡ് BJPയുടേത് 106 എന്ന രീതിയിലേക്ക് ഉയരുന്ന ദൃശ്യങ്ങൾ നമുക്ക് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കാണാം. സെഞ്ചുറി പിന്നിട്ടിരിക്കുന്നു, 100 പിന്നിട്ടിരിക്കുന്നു. പടുകൂറ്റൻ വിജയത്തിലേക്ക് BJP പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നീലിമ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, രാഹുൽ ഗാന്ധി മാത്രമല്ല ആദിത്യ താക്കറെയും ഉദ്ധവ് താക്കറെയും ഒക്കെ തന്നെ ഈ വിഷയം ഉയർത്തിയതാണ്. അവർ ഈ മഷിയെ കുറ്റം പറയുന്ന കാഴ്ച കാണാൻ സാധിച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരസ്യമായി മറുപടി പറയേണ്ടി വന്നു. ഇത്തരം തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ കേസെടുക്കേണ്ടി വരും എന്ന് ഉദ്ധവ് താക്കറേക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ നോക്കണം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പടുകൂറ്റൻ വിജയത്തിലേക്ക് BJP പോകുന്നു. വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധി പതിവ് പോലെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി തോൽക്കാൻ പോകുന്ന ശിവസേന സഖ്യവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വോട്ട് ചോരി എന്ന ആരോപണവുമായി. അതായത് എങ്ങും നിലം തൊടാൻ കോൺഗ്രസിനോ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനോ ശരത് പവാർ വിഭാഗത്തിനോ സാധിക്കുന്നില്ല. സമ്പൂർണ്ണ വിജയവുമായി BJP സഖ്യം മുന്നേറുന്നു. അത് മഹാരാഷ്ട്രയിൽ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 25ഇടത്തും BJP മുന്നേറ്റം. അതായത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുംബൈയിൽ കണ്ടത്. അവിടെ മഹായുതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വികസനവും ഹിന്ദുത്വവും ദേശീയതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനാണ്, പ്രചാരണമാണ് മഹായുതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വിഘടനവാദ രാഷ്ട്രീയത്തിന്, വിഭജന രാഷ്ട്രീയത്തിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. വികസനം എന്നത് ഒരു തരത്തിലും ചർച്ചയാകാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നു. നമുക്കറിയാം, ഈ 25 വർഷം ബോംബെ എന്ന മഹാനഗരത്തെ കൈപ്പിടിയിൽ ഉണ്ടായിട്ടും ഈ ഉദ്ധവ് താക്കറെ വിഭാഗം, ശിവസേന എന്താണ് അവിടെ ചെയ്തത് എന്ന് നമുക്കറിയാം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനത്ത് കാഴ്ചകൾ അതിദയനീയമാണ്. അവിടെ യാത്രാക്ലേശം അനുഭവിക്കുന്ന ബോംബെ നിവാസികൾ, ഇവരെല്ലാവരും ചേർന്ന് വലിയൊരു വികസന തേരിലേക്ക് ബോംബെയെ കൊണ്ടെത്തിക്കണം എന്നുള്ള തീരുമാനത്തിൽ അടിയുറച്ചുകൊണ്ടാണ് ഇപ്പോൾ BJPക്ക്, മഹായുതിക്ക് വൻ വിജയം സമ്മാനിച്ചിരിക്കുന്നത് എന്ന് കാണേണ്ടി വരില്ലേ? നീലിമ, അവിടെ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP ഉയർത്തിയ ഒരു മുദ്രാവാക്യം വികസനം എന്നുള്ളതായിരുന്നു. നേരെ മറിച്ച് തൊട്ടപ്പുറത്ത് വിഘടനവാദം ഉയർത്താനാണ് ഈ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ശ്രമിച്ചത്. രാജ് താക്കറയുടെ നാവ് എല്ലാവർക്കും അറിവുള്ളതാണ്. സംസാരിച്ചു തുടങ്ങിയാൽ വിഘടനവാദത്തിന്റെ, വർഗീയതയുടെ അങ്ങേയറ്റം പോകുന്ന വ്യക്തിയാണ് ഈ രാജ് താക്കറെ. രാജ് താക്കറെ ഒപ്പം കൂട്ടാനുള്ള ഉദ്ധവ് താക്കറയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കണ്ടതാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് അണ്ണാമലയ്ക്കെതിരെ വിഘടനവാദത്തിന്റെ ശബ്ദം ഇവർ ഉയർത്തിയത്. അണ്ണാമലയെ കൈകാര്യം ചെയ്തു കളയും എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഇവരുടെ ഭാഗത്തുനിന്നും വന്നത്. അങ്ങനെ
വിഘടനവാദത്തിനെതിരെ വികസനം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് BJP അവിടെ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇറങ്ങിയത്. അത് ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലായിരുന്നു BJPയുടെ ആ മുന്നേറ്റം. ഇതാ ഇപ്പോൾ അത് ഫലം കണ്ടിരിക്കുന്നു. 100 കടന്ന് കുതിക്കുന്നു BJP എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നീലിമ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 25 വർഷം 75,000 കോടി ബജറ്റുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ കയ്യിൽ വെച്ച ശിവസേന അവിടെ എന്തു ചെയ്തു എന്ന് മുംബൈയിൽ പോയിട്ടുള്ളവർക്കറിയാം. കേന്ദ്രത്തിൽ BJP, സംസ്ഥാനത്ത് BJP, എന്നാൽ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ സാമ്പത്തിക തലസ്ഥാനത്ത് ശിവസേന എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇതാ അത് മാറാൻ പോകുന്നു. ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഈ മുംബൈയിൽ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്താൻ പോകുന്നു. കേന്ദ്രത്തിൽ BJP, സംസ്ഥാനത്ത് BJP, ഇതാ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും BJP എത്താൻ പോകുന്നു. ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിന്റെ വികസന കുതിപ്പ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കാണാൻ പോകുന്നു. അതിനുവേണ്ടി വോട്ട് ചെയ്തു ഇത്തവണ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ വോട്ടർമാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പുതിയ വിവരം 109 സീറ്റ്. ഇപ്പോൾ BJPയുടെ സീറ്റ് നില വീണ്ടും വർദ്ധിക്കുന്നു. BJP സഖ്യത്തിന്റെ സീറ്റ് നില ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വീണ്ടും വർദ്ധിക്കുന്നു. 109-67 എന്ന രീതിയിലേക്ക് മത്സരം മുന്നോട്ട് പോകുന്നു. ഏകപക്ഷീയമായ മുന്നേറ്റം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. നീലിമ, അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ മറാത്ത രാഷ്ട്രീയത്തിലെ പല അധികായരും ഈ വൻ വൃക്ഷമായിരുന്ന പലരും ഇടറി വീഴുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അജയ്യതയുടെ വക്താക്കളായി മാറിയിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡെയുമാണ്. അപ്പുറത്ത് ശരത് പവാർ, അജിത് പവാർ, അതുപോലെ ഉദ്ധവ് താക്കറെ, ഈ വിഭാഗങ്ങൾക്കെല്ലാം വലിയ തിരിച്ചടി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ മറാത്ത രാഷ്ട്രീയത്തിന്റെ മുടിചൂടാ മന്നന്മാരായി ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡെയും അങ്ങനെ കടന്നു വരികയാണ്, ഉയർന്നു വരികയാണ്. നീലിമ, ആ പുലിക്ക് പിറന്നത് പൂച്ച പോലും അല്ലാതായി പോയി എന്നൊരു ചൊല്ല് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഉദ്ധവ് താക്കറയെ കുറിച്ച് അവിടെ വ്യാപകമായി പറഞ്ഞു കേട്ടതാണ്. ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹേബ് താക്കറയുടെ മകൻ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് ഈ രാജ്യത്തിനെതിരായി പ്രചരണം നടത്തുന്ന, അവിടുത്തെ ഹിന്ദു വിഭാഗത്തിനെതിരായി പ്രചരണം നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് തക്കതായ തിരിച്ചടി ഇതാ ഇപ്പോൾ നൽകിയിരിക്കുന്നു മുംബൈയിലെ ജനത. അവരെ ഉള്ളം കൈയിൽ കൊണ്ടു നടന്നതാണ്. താക്കറെ കുടുംബത്തിന്റെ അവസാന വാക്കായി കണ്ടവരാണ് മുംബൈ ജനത. അവർ തന്നെ ഇതാ താക്കറെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുംബൈയിൽ കാണാൻ സാധിക്കും. 2 മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശരത് പവാർ, സാക്ഷാൽ ശരത് പവാർ ഇതാ അവിടെ തകർന്ന തരിപ്പണമായി വീഴുന്ന കാഴ്ച. തങ്ങളുടെ സ്വന്തം ബെൽറ്റായ പൂനെയിൽ അജിത് പവാറുമായി രമ്യതയിലെത്തി പൂനെ പിടിച്ചു നിർത്താനുള്ള അവസാനവട്ട ശ്രമം നടത്തിയെങ്കിലും അവിടേക്കുള്ള ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ കടന്നുവരവ് ചെറുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൂനെ സമ്പൂർണ്ണ കാവിതരംഗം പൂനെയിൽ ആഞ്ഞു വീശുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താക്കറെ കുടുംബം തീർന്നു. ശരത് പവാറിന്റെ പവാർ പൊളിറ്റിക്സ് സമ്പൂർണമായി മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്ന ദൃശ്യങ്ങൾ. BJPക്ക് മുന്നിൽ അജിത് പവാറിന് സാഷ്ടാംഗം വീഴുക എന്നുള്ളതല്ലാതെ ഇനി മറ്റൊരു പോംവഴികളും ഇല്ല. അങ്ങനെ ഒരു മാർഗവുമില്ല. ശ്രീകാന്ത്, മുംബൈ ആര് ഭരിക്കും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ BJP ഷിൻഡെ സഖ്യം 151 സീറ്റുകളിലേക്ക് കുതിക്കും എന്നാണ് ആ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറഞ്ഞത്. ഉദ്ധവിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ഈ സർവേ ഫലവും പുറത്തു വന്നു. അത് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള ഒരു തരംഗം, ഒരു കുതിപ്പ് BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുകയാണ്. ഇപ്പോൾ ശ്രീകാന്ത് ഏറ്റവും ഒടുവിൽ പറഞ്ഞതനുസരിച്ച് 100 കടന്നിരിക്കുകയാണ്. 106, 109 സീറ്റുകളിലേക്ക് എത്തുകയാണ് മഹായുതി. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കണക്ക് ഒരു തവണ കൂടി പറയാം നീലിമ. 227-ൽ 195 ഇടത്ത് വോട്ടെണ്ണൽ പിന്നിടുമ്പോൾ 109 ഇടത്ത് BJP സഖ്യം ലീഡ് ചെയ്യുന്നു. 67 ഇടത്ത് ഉദ്ധവ് താക്കറെ വിഭാഗം ലീഡ് ചെയ്യുന്നു. 11 ഇടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 7 ഇടത്ത് മറ്റുള്ളവർ എന്ന രീതിയിലാണ് ഇപ്പോൾ ലീഡ് നില ഉള്ളത്. അതായത് സെഞ്ചുറി കടന്നുള്ള മുന്നേറ്റം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP
സഖ്യം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയം, പവാറിന്റെ പവർ പൊളിറ്റിക്സ് മഹാരാഷ്ട്രയിൽ അസ്തമിച്ചു. താക്കറെയുടെ സ്വാധീനം, താക്കറെ കുടുംബത്തിന്റെ സ്വാധീനം തകർന്ന തരിപ്പണമായിരിക്കുമെന്നു മഹാരാഷ്ട്രയിൽ. ഇത് എടുത്തു പറയേണ്ടതാണ്. ഇനി അവിടെ അജിത് പവാർ ഉൾപ്പെടെയുള്ളവർക്ക് പൂനെ സംരക്ഷിക്കാൻ മഹായുതിയിൽ പൂനെയിലെങ്കിലും വിട്ടിറങ്ങിപ്പോയ അജിത് പവാറിന് തിരികെ വന്ന് ദേവേന്ദ്ര ഫട്നാവിസിന് മുന്നിൽ സാഷ്ടാംഗം വീഴേണ്ട സാഹചര്യമാണ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സാംബാജി നഗർ എടുക്കൂ, പൂനെ എടുക്കൂ, താനെ എടുക്കൂ, കല്യാൺ ഡോംബിവല്ലി എടുക്കൂ, നാഗ്പൂർ എടുക്കൂ, BMC എടുക്കൂ, എവിടെ എടുത്താലും കാവി കൊടുങ്കാറ്റ് വീശുന്ന ദൃശ്യങ്ങളാണ് മഹാരാഷ്ട്രയിലെമ്പാടും കാണാൻ സാധിക്കുന്നത്. ഇതുപോലൊരു വിജയം ഒരുപക്ഷെ BJP ക്യാമ്പ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പ്രാദേശിക കാര്യങ്ങൾ വിധി നിർണ്ണയിക്കുമെങ്കിൽ ഇത്തവണ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ, ഒരേ ഒരു ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടു. അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. നാഗ്പൂരൊക്കെയാണ് എങ്കിൽ കോൺഗ്രസ് അതിശക്തമായ സാന്നിധ്യം, സ്വാധീനമുള്ള സ്ഥലമാണ് നാഗ്പൂർ എന്ന് പറയുന്നത്. കോൺഗ്രസ് അവിടെ 29 സീറ്റിലേക്ക് തകർന്ന തരിപ്പണമാകുമ്പോൾ BJP അവിടെ 91 സീറ്റുമായി മുന്നേറുന്ന ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതായത് മഹാരാഷ്ട്ര താമരക്കുമ്പിളിൽ എന്ന് നിസ്സംശയം പറയാം. ഒപ്പം തന്നെ മറാഠ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ശ്രീകാന്ത്, ഈ ശിവസേന പിളർന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നാണ് തോന്നുന്നത്. യഥാർത്ഥ ശിവസേന ആരുടേത് എന്നതിന് ജനകീയ കോടതിയിൽ നിന്നുള്ള ഒരു വിധി കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ശിവസേനയുടെ അപ്രമാദിത്വമൊക്കെ കൽപ്പിക്കപ്പെട്ടുവെങ്കിലും പക്ഷേ ജനകീയ കോടതിയിൽ വളരെ കൃത്യമായി ഷിൻഡെ വിഭാഗത്തിന്, ഷിൻഡെയുടെ കൂടെ ജനം നിൽക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? ശ്രീകാന്ത്, ഒന്ന് തുടരുക. ഇപ്പോൾ രമേശ് കലംബൊലി ബോംബെയിൽ നിന്നും ചേരുന്നുണ്ട്. BJP നേതാവാണ്. ശ്രീ രമേശ് കലംബൊലി, BJPയെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്ന വിജയം, 25 വർഷത്തിന് ശേഷം ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ താമരക്കുമ്പിളിൽ എടുത്തിരിക്കുകയാണ്. എന്താണ് പ്രതികരണം? തീർച്ചയായിട്ടും അങ്ങേയറ്റം ആവേശകരമായ വിജയം തന്നെയാണ്. വളരെ ആഹ്ലാദം നടത്തുന്ന വിജയമാണ് BJPക്ക് ജനങ്ങൾ താമരക്കുമ്പിളിൽ തന്നെ സമ്മാനിച്ചിരിക്കുന്നത്. ഈ വിജയം തീർച്ചയായിട്ടും BJP അർഹിക്കുന്നതാണ്. കാരണം നമ്മൾ മുംബൈ മാത്രം നോക്കാതെ മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പാലിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ നോക്കിയാലും എല്ലായിടത്തും BJPക്ക് അത്ര പ്രാധാന്യം ഉണ്ടായിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളരെ വിജയമാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ 16 സീറ്റിലെ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 16-ൽ 16 BJP നേടിയിട്ടുള്ള അവസ്ഥയുണ്ട്. പൂനെയിലെ 2 പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളിലും BJP 1ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു മുംബൈ മഹാനഗരപാലിക എന്ന് പറയുന്നത് ശിവസേന ഇല്ലാതെ വേറൊന്നും അവിടെ വരാൻ സാധ്യതയില്ല. ഇനി ഏതൊക്കെ തരത്തിലും ശിവസേന തന്നെ ഭരിക്കുമല്ല, ഉദ്ധവ് താക്കറയുടെ ശിവസേന ഭരിക്കുമെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നവർക്കൊക്കെയുള്ള മറുപടിയാണ്. കാരണം ഞാൻ നേരത്തെയും സൂചിപ്പിച്ച പോലെ ജനങ്ങൾ അർഹിക്കുന്ന ഒരു വിജയം തന്നെ ആദ്യമായി അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത്രയും വർഷമായിട്ടും ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയത്തിന് വശംവദമായിട്ട് ആൾക്കാർ വോട്ട് ചെയ്യേണ്ടി വന്നിരുന്ന ഒരു ദയനീയ കാഴ്ചയായിരുന്നു. കാരണം ശിവസേനയെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ മുംബൈ നടക്കൂ എന്നൊരു ധാരണയുടെ പുറത്ത് അത് അങ്ങനെ ആയി പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും മുംബൈക്ക് ഒരു തരത്തിലുള്ള വികസനവും മുംബൈക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരേണ്ട നഗരമാണ് മുംബൈ, ഇന്റർനാഷണൽ ലെവലിലേക്ക് വരേണ്ട നഗരമാണ് മുംബൈ. അത് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ പോലും ഏകദേശം ദേശങ്ങൾ, അതായത് സൗത്തിലെ ആൾക്കാരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് ഉദ്ധവ് താക്കറെയും മനസയുടെ രാജ് താക്കറെയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ ശരിക്കും അവർക്ക് തിരിച്ചടിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നമ്മുടെ ദക്ഷിണ ഭാരതീയരുടെ ആൾക്കാരൊക്കെ ശക്തമായി BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അതേപോലെ ഉത്തര ഭാരതീയരെ മുംബൈയിൽ നിന്ന് അടിച്ചോടിക്കും എന്നുള്ള രാജ് താക്കറെയുടെ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഉത്തര ഭാരതീയര് വോട്ട് ചെയ്ത് അവർക്ക് അതിനുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞു. മൊത്തത്തിൽ ഇവിടുത്തെ മറാഠി ജനതയും ഈ ശിവസേന, ഈ ഉദ്ധവ് താക്കറെ വിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് BJPയോടൊപ്പം ആദ്യമായി ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. അത് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായ പോലെ മുംബൈയിലും അത് അത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു നഗരമായതുകൊണ്ട് മുംബൈ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായതുകൊണ്ട് ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ചിന്തിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ വിജയം. BJPക്ക് അങ്ങേയറ്റം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന വിജയം തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. വളരെയധികം നന്ദി ശ്രീ രമേശ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.